കോൺക്രീറ്റ് ഇതാ മിക്സായിട്ട് ചൂടുള്ള കോൺക്രീറ്റ് ബാഗിൽ വന്നു കോൺക്രീറ്റ് कितना केजी है 25 kg 25 kg है अच्छा ാണ് ഇവിടെ വരുന്നത് കേട്ടോ എവിടെ രാജസ്ഥാൻ पश्चिम बंगाल ममता क्या रवील इस्लाम हाँ रवील इस्लाम तुम्हारा नाम क्या समीर मेरा नाम समीर है हाँ अच्छा है भाई नाम क्या നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാല്ലാ കെട്ടുമ്പോഴൊക്കെ എല്ലാം സെറ്റായി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് കോൺക്രീറ്റ് വാളിൻ്റെ അടി എന്താണെന്ന് മനസ്സിലായില്ല വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ അതിന് എന്താ സത്യത്തിലൊരു ഫ്ലൈറ്റ് ഇറക്കാനുള്ള സംവിധാനമാണ് ഇവിടെ സത്യത്തിലുള്ള കിട്ടാ അത്രയും സെറ്റാണ് ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യുക ഫ്ലൈറ്റ് ലാൻഡിങ് അടിയന്തര ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും ഇറക്കട്ടെ അപ്പോൾ അത് നമ്മളെ അടുത്ത പ്രദേശമാണ് ഫ്ലൈറ്റ് ലാൻഡിങ്ങുള്ള അടുത്ത പ്രദേശമാണ് അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അല്ലാത്ത പ്രദേശത്തൊക്കെ എന്ത് ചെയ്യുക സെൻറ്ററിൽ ഡിവൈഡർ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഡിവൈഡർ ഉണ്ടെങ്കിൽ വിഷയമാണ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാൻഡിങ്ങിന് കഴിയുന്നൊരു ഏരിയ കേട്ടോ ബൈപ്പാസിൻ്റെ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാൾ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാല്ലാ കെട്ടുമ്പോഴൊക്കെ എല്ലാം സെറ്റായി കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് കോൺക്രീറ്റ് വാളിൻ്റെ അടി എന്താണെന്ന് മനസ്സിലായില്ല വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ അതിന് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ കോൺക്രീറ്റ് വാൾ ഇവിടെ കൊണ്ടുവരണേ കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് അടിച്ച് നല്ല വീതിക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് നല്ല വൃത്തിയിൽ നല്ല ഫിനിഷിങ് കേട്ടോ വർക്കൊക്കെ നല്ല ഫിനിഷായിട്ട് എന്ത് ചെയ്തിങ്ങനെ വലിയ ബോർഡാട്ടോ കാർബോർഡിൻ്റെ ഏതാ മറ്റേ ഇതിൻ്റെ 3/4 ഇഞ്ചിൻ്റെ എന്ത് പ്ലെയിൻ്റെ 3/4 ഇഞ്ച് കേട്ടോ നല്ല കനുള്ള भाई कैसा ठीक है हाँ रूम किधर है रूम 90 हाँ വെട്ടിച്ചറ കൊയിച്ചന അപ്പോൾ അവരവരെ പണിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കണം തള്ളുണ്ടാവും തള്ളാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ बस आएगा ये पूरा ये सेम लेवल है पूरा अरे कितना फीट है ये कितना फीट है अंदर 4 फीट 5 फीट 150 ये कितना ये बाहर से 5 फुट है नहीं 15 हाँ 5 फुट 5 फुट അപ്പോൾ ഇതിങ്ങനെ കുത്തെടുത്ത് സപ്പോർട്ട് കുത്ത് വേറെ ഒക്കെ ഒരേ അളവായതുകൊണ്ട് ഇവർക്ക് സിമ്പിളാണ് കേട്ടോ എല്ലാം ഒരേ അളവിലാണ് എന്ത് ഇവിടെ വരുന്നത് കേട്ടോ എവിടെ രാജസ്ഥാൻ पश्चिम बंगाल ममता कैसा अच्छा खाना खाया അപ്പോൾ അവർ മക്കൾ അവരുടെ പണി ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കട്ടെ നമ്മൾ ലേശം ചളിയുണ്ട് അപ്പോൾ പിന്നെ ഇത് സപ്പോർട്ട് കുത്താണ് കേട്ടോ സപ്പോർട്ട് കുത്ത് കറക്റ്റ് രണ്ട് സൈഡിൽ എന്തുണ്ടല്ലോ ഇതിന് മറ്റേത് അടിച്ചിട്ടുണ്ട് കേട്ടോ പൊത കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലേക്ക് വെക്കാൻ സുഖമാണ് ഇതിമേലെ സപ്പോർട്ട് ഇട്ടു അതിമേലെ സപ്പോർട്ട് ഇട്ടു സപ്പോർട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ കേട്ടോ ഉദ്ദേശിച്ചത് ഇങ്ങനെ കൊടുക്കാനാവും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ടാണ് നല്ലൊരു ഐഡിയ അപ്പോൾ ഒരേ അളവ് കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് വെച്ചാൽ
അത്രത്തോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിനെ ശരിക്കും യഥാർത്ഥ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിവർ പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് പൈപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പഴയ കാല റോഡ് ഉയർന്നു വന്നതും അതേപോലെ തന്നെ നമ്മളെ എൻജിനീയറിംഗ് പഠിക്കുമ്പോഴല്ലോ ബിറ്റുമിൻസ് അല്ല WBM റോഡ് WBM റോഡിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പാറായതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. അപ്പോൾ ചെറിയൊരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ ഞങ്ങൾ ചെറിയൊരു ഭാഗം വരുന്നുണ്ട്. പക്ഷേ ഫുൾ കംപ്ലീറ്റഡ് അല്ല. WBM റോഡ് കംപ്ലീറ്റഡ് അല്ല. അത് കംപ്ലീറ്റഡ് ആകുമ്പോൾ പിന്നെയും ലെയർ വരാണ്ടതാണ് ശരിക്ക്. അപ്പോൾ ഇത് പാറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാക്കാ എന്താ പാട് സുഖമല്ല. അപ്പോൾ മക്കളെ അവരിങ്ങനെ പണി ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്റ്റാണ് കമ്പി ഇടുന്നത്. ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ കമ്പി. എങ്ങനെ 2 സൈഡിലും കമ്പി ഉണ്ട്. മറ്റേ ഹൂക്ക് കെട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റാക്കിയിട്ട് തന്നെ ഹൂക്ക് ഹൂക്ക് അടിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഫുള്ള് വർക്ക് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാ. ഞാനപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം വന്നതാണ് ഞാൻ കണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പിന്നെയും ഓപ്പണായി കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ആയപ്പോൾ. भाई नाम क्या? रवील इस्लाम। हाँ रवील इस्लाम। तुम्हारा नाम क्या? समीर। मेरा नाम समीर है। हाँ अच्छा है। भाई नाम क्या? अख्तर हुसैन। हाँ पश्चिम बंगाल किधर है? कलकत्ता। बर्धमान है। मेरा आदमी ज़्यादा है उधर। मैं कॉन्ट्रैक्टर है। बर्धमान पुलिस स्टेशन किधर है? ये किधर से है? मालदा टाउन। हाँ ओके मेरा आदमी ज़्यादा है उधर। ठीक है अच्छा. അപ്പോൾ ഇതിന് വർക്കൊക്കെ ഇതാ കോൺക്രീറ്റ് പക്ക കേട്ടോ. ഒന്നും നോക്കണ്ട. അപ്പോൾ ഇത്രയും സെറ്റിലാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഏത് കാലത്തും ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിൽ ഇതിമ കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പാറ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ നിർത്തിക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ടിയില്ല. അപ്പോൾ മറ്റാൾ ഇങ്ങനെ നടന്ന് വരും കേട്ടോ. അടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ടേ? മറ്റാൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ്. ആ വണ്ടി വരണ ഇങ്ങോട്ട് ബാക്കിയുള്ളത് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി കയറാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് റിമൂവ് ചെയ്ത് ഈ പാറ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം. അപ്പോൾ ഇനി നമ്മൾ തന്നെ ഇതിനുണ്ട് ഉള്ളിലുണ്ടാവുള്ളൂ. എന്താ സെറ്റപ്പില്ലേ? ഒരു സിമെൻ്റ് ഇല്ല, ഒരു കമ്പിയില്ല, ഒരു മണ്ണാങ്കട്ടില്ല. ആട് കുടുക്കിയിട്ട് ഒരു നെറ്റിട്ടാണ് ചെയ്ത ആളുകളെ സംഭവം തന്നെ സത്യത്തിൽ. ഇതിൻ്റെ മാട്ടം എങ്ങനെയാണ് നാം വെച്ചിരുന്നത്? ചെറിയൊരു മാട്ടം കേട്ടോ. ചെറുതല്ല വലുതാനുണ്ട് ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാന്തിയിട്ട് ഫുള്ള് പാറയാണ് കേട്ടോ. കംപ്ലീറ്റ് പാറയാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു PCC ജസ്റ്റ് അങ്ങോട്ട് ഇടുന്നുണ്ട്. പിന്നെ പഴയ കാലം എന്തോ വർക്ക് ചെയ്തൊരു കോൺക്രീറ്റ് നിലവിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഴയ കാലത്ത് ഉണ്ടാവും. അത്രയും ഹൈറ്റിലാണ് ചിലയിടത്ത് വാരി പോകണം കേട്ടോ മണ്ണ്. അങ്ങനെയാണ് പഴയ കാലത്ത് എന്തോ. ഇപ്പോൾ പുതിയൊരു പൈപ്പ് ഇട്ടതാണ്. ഇനി പഴയ കാലത്തെ പൈപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ മക്കളെ അവിടെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടോ. കംപ്ലീറ്റ് ആ ഭാഗം കാണുന്നതാ കംപ്ലീറ്റ് ബ്ലോക്കായി. ഇപ്പോൾ നമ്മളും ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിലൊരാളുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഭാഗത്ത് വെന്നിയൂരിന്ന്, അതായത് നമ്മളെ ഇവിടെ നിന്നുള്ള ഭാഗം കണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് പൂക്കിപ്പറമ്പിൻ്റെ ഉള്ളിലായിട്ടാണ്, ഈ കോയിച്ചൻ്റെ പൂക്കിപ്പറമ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വർക്ക് നടക്കേണ്ടത്. കംപ്ലീറ്റ് അവിടെ ബ്ലോക്കാക്കി. എമർജൻസി കേസ് മാത്രമേ ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ കേട്ടോ. ആംബുലൻസ് കാര്യങ്ങളൊക്കെ മാത്രമേ കടത്തി വിടുള്ളൂ. അല്ലാത്തൊരു വസ്തുക്കളും ഇങ്ങോട്ട് എന്ത് ചെയ്യില്ല, കടത്തി വിടില്ല കേട്ടോ. ആ രീതിയിൽ ആണ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഈ ഒരു ഇറ്റാച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൊട്ടേഷൻ അറിയാമല്ലോ എല്ലാവർക്കും. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വാഹനങ്ങൾ യാത്ര വളരെയേറെ പ്രയാസമാണ്. വാഹനങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇതേപോലെ ബൈക്കൊക്കെ ഇനി അവരറിയാതെ നമ്മൾ ഇത് പൊന്തിച്ച് വരുന്നതിന് ശരിക്കും കാരണം അതിൻ്റെ താഴായിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ
ഒരു ഡ്രൈവർ ഒരു തലക്കലാണ്. നമ്മൾ സാധാരണ JCB ഒക്കെ ഡ്രൈവർ എന്താവും സെൻട്രലായിരിക്കും, പക്ഷേ ഇതൊരു ഡ്രൈവർ ഒരു തല തിരിഞ്ഞതിന് ശേഷമേ കാണുള്ളൂ. ഒരു ഹെൽപ്പർ എപ്പോഴും ഇതിന് ആവശ്യമാണ്. വളരെ വ്യക്തമാണ് കേട്ടോ കാര്യങ്ങൾ. അത്രയും കണ്ണിങ്ങിലാണ് വർക്ക് കൊണ്ടുപോകണമെന്ന് സാരം. ഈ വരുന്ന വാഹനം കടത്തി വിട്ടുക എന്തിനാന്ന് വെച്ചാൽ ഈ മണ്ണ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ എന്ത് ചെയ്യണേ, ആ വാഹനങ്ങൾ ഈ KNRCൻ്റെ വാഹനങ്ങൾ മാത്രം കടത്തി വിടണേ. അപ്പോൾ പിന്നെ ബ്രസ്റ്റ് സെറ്റായി. പിന്നെ ഇനി ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം നേരെ അവിടെ നിർത്തി കൊടുക്കും. ഇതിലേക്ക് നേരെ ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കണേ. ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിനേക്കാൾ വീതി ഉണ്ടിട്ടത്, ഒരു ബസ്സിനേക്കാൾ വീതി. കാരണം ഒരു ബസ് ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി, പക്ഷേ ഈ വാഹനം അതിൻ്റെ ഉള്ളിൽ കൂടി കറക്റ്റ് പോകില്ല കേട്ടോ. ഇത്രയും 5 ടണ്ണാണ് തോന്നുന്നത്, അവിടെ ഉള്ള 6 ടണ്ണാണ്. ഭയങ്കര ഹെവി റിസ്ക് ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. അടുത്ത വണ്ടി ചാലായി, അത് നടക്കാത്തതുകൊണ്ട് ചെറുവണ്ടി ആണ്ട് ഇറക്കണ്ട, ചെറുവണ്ടി അങ്ങോട്ട് ഇറക്കല്. ഇത്രയും റിസ്ക്കാണ് കേട്ടോ ഈ വർക്ക് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഇങ്ങനെ വാർപ്പുകൾ കഴിഞ്ഞ് ഇതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെള്ളം ചാടുന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവർ ചെയ്യണമെന്ന് അർത്ഥം. ഒരു നിവർത്തി ചെയ്യാത്തതുകൊണ്ടാട്ടോ അത് ഇവർ ഇതിമ കയറ്റിയത്. ഒരു കോല ഒരു രക്ഷ ചെയ്യാത്തതുകൊണ്ടാട്ടോ അതൊക്കെ ചെയ്യാൻ കാരണം. ഒരു കോല ചെയ്യാൻ വണ്ടിയൊക്കെ ഇറങ്ങി.
ഡ്രൈവറാട്ടോ, മറ്റോന് ശ്രമിച്ചില്ല. ഇപ്പം പറഞ്ഞെന്താ വെച്ചാൽ അവിടെ ഉള്ള മണ്ണ് ആ ലോറിക്ക് ലാസ്റ്റ് കയറ്റി കൊടുക്കണം എന്നാട്ടോ. അത് എങ്ങനെ നടക്കുക എന്നുള്ള പോലെ, കാരണം അവിടെ ആ ചളി തെറിച്ചിട്ട് പാവമാണ്. ആ വണ്ടി ബാക്ക് വരും അറിയാതെ, ആ വണ്ടി ബാക്ക് വരും, അങ്ങോട്ട് എടുത്തില്ലാശം എടുത്താൽ മതി. നല്ല ക്ഷമയുള്ള നല്ലൊരു ഡ്രൈവറാണ്. മഴ പെയ്തിട്ടുണ്ട്, മഴ പെയ്തു. ഹെവി റിസ്ക്കാണ് കേട്ടോ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റേ ഹിറ്റാച്ചിൻ്റെ വർക്ക് അവിടെ നടന്നിട്ടില്ല. അവിടുത്തെ സൂപ്പർവൈസർമാർ ഇങ്ങനെ ചേഞ്ച് ആയതിൻ്റെ ശേഷമാണല്ല അവർ നടത്താൻ. അപ്പോൾ നമുക്ക് സമയം വൈകും ഇൻഷാല്ലാ. ഓക്കെ, സെറ്റല്ലേ? പണി വേറെ ലെവലാട്ടോ മക്കളെ. ഇത്ര വർഷം കൊണ്ട് തീർത്തല്ലോ അവർ. പിന്നെ ഒരുപാട് പ്രയാസം ആർക്കാന്ന് വെച്ചാൽ ഇതിലൂടെ ഇവിടുത്തെ സ്കൂൾ കുട്ടിയൊക്കെ കാട്ടാം. സ്കൂൾ കുട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക എന്നുള്ള വളരെയേറെ പ്രയാസമാണ്. ഞാൻ തന്നെ മറ്റേ വെന്നൂർക്ക് പോകേണ്ട ആളാണ്. ശരിക്കും പോകേണ്ട ആൾ പൂക്കിപ്പറമ്പിൽ നിന്ന് കഴിഞ്ഞ വാർഡ് റൈറ്റ് സൈഡ് മെയിൻ റോട്ടുമ്മ കയറി ഞാൻ കരിമ്പിൽ പോയിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ആ സ്കൂൾ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചോണം. ഞാൻ പോയപ്പോൾ ഒരു കുട്ടി ഒരു മറ്റേ പടിയാക്കിയിട്ട് മറ്റേ ഞാൻ വീടെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ മട്ടലുണ്ടല്ലോ, മട്ടൽ കരിമ്പിൽ എത്താൻ നേരത്ത് അതിൻ്റെ മുന്നിൽ ആരും ശ്രദ്ധിച്ചുകൊണ്ട് കരിമ്പിൽ എത്താൻ നേരത്ത് മട്ടൽ വെച്ചിട്ട് മുറിച്ച് കിടക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഇതാ മിക്സായിട്ട് ചൂടുള്ള കോൺക്രീറ്റ് ബാഗിൽ വന്നു. കോൺക്രീറ്റ് कितना केजी है? 25 kg. अच्छा, നല്ല മിക്സ് ആട്ടെ, കണ്ണിങ് मिक्स आटा. हाँ, अच्छा मिक्स है. इसका भी ये हाई क्वालिटी है भाई. देखेगा वो मालूम है. चेक कर सकते हैं. अल्लाह अच्छा है. वो दूसरे गाड़ी में, बड़ा गाड़ी में आएगा, मिक्सी नहीं वो डालेगा, वो अच्छा नहीं है. ये अच्छा है, बहुत अच्छा है. चेक कर सकते हैं. हाँ, अच्छा यार, ज़्यादा उससे इधर एक ही गाड़ी है वो वाला. ये फुल അതന്നെ കേട്ടോ സാധനം, ഫുള്ള് ബോണ്ടന്നെ കേട്ടോ. സംഭവം ഇത് ജസ്റ്റ് ഇട്ടാൽ മതി. അത്രത്തോളം കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. ഇതിമേല ടാറുണ്ട് കേട്ടോ. ടാറ് ഫുൾ പെർഫെക്റ്റ് ടാറാണ് കേട്ടോ. സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയല്ല, നല്ല ചൂടുള്ള ടാറ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതേപോലെ ആവശ്യമുള്ള സ്ഥലത്ത് ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.